നമ്മുടെ വനിതാ ക്രിക്കറ്റ് ടീം ആദ്യമായി ലോകകപ്പ് നേടിയതോടെ ഇനി വനിതാ ക്രിക്കറ്റിനും ശ്രദ്ധ കൂടും. സ്പോൺസർമാർ, ആരാധകർ എന്നിവരുടെ ശ്രദ്ധ കൂടുതലായി വനിതാ ക്രിക്കറ്റിലേക്ക് വരും. ജമീമ റോഡ്രിക്സും മൻപ്രീത് കൗറും സ്മൃതി മന്ധാനയും ഒക്കെ എത്രയോ പേരുടെ റോൾ മോഡലായി ഇതിനകം മാറിക്കഴിഞ്ഞു. ഇവരെയൊക്കെ ലോക ചാമ്പ്യന്മാരാക്കുന്നതിൽ പങ്കുവഹിച്ച ഒരാളുണ്ട്. ലോകകപ്പ് വിജയത്തിലും മറ്റൊരാളുടെ കാര്യം പറഞ്ഞ് വനിതകളുടെ ആ ടീമിന്റെ പ്രാധാന്യം ഒട്ടും കുറയ്ക്കുന്നില്ല. പക്ഷേ ഇയാളെക്കുറിച്ച് ചിലത് പറയേണ്ടതുണ്ട്. അമോൽ മജൂംദാർ ക്രിക്കറ്റിൽ പ്രതിഭകൾക്ക് ദാരിദ്ര്യമില്ലാത്ത മുംബൈയിൽ നിന്നുള്ള താരം. ആഭ്യന്തര ക്രിക്കറ്റിൽ റൺ നേട്ടത്തിലെ ധാരാളി. മുംബൈക്ക് കളിച്ച ആദ്യ മത്സരത്തിൽ തന്നെ 206 റൺസിന്റെ ഇരട്ട സെഞ്ചുറി. 21 വർഷം നീണ്ട കരിയറിൽ ആഭ്യന്തര ക്രിക്കറ്റിൽ 11,000-ലധികം റൺസ്. സച്ചിനും ദ്രാവിഡും ലക്ഷ്മണും നിറഞ്ഞാടിയ ഇന്ത്യൻ ക്രിക്കറ്റിൽ പക്ഷേ അമോൽ മജൂംദാറിന് ഒറ്റ മത്സരം പോലും ഇന്ത്യക്ക് വേണ്ടി കളിക്കാനായില്ല. ആഭ്യന്തര ക്രിക്കറ്റിൽ വൻ നേട്ടങ്ങൾ കൊയ്തിട്ടും രാജ്യത്തിന് വേണ്ടി കളിക്കാൻ ഭാഗ്യം കിട്ടാതെ പോയ കളിക്കാരിൽ മുൻനിരയിലാണ് അമോൽ മജൂംദാർ. ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച് 11 വർഷം കഴിഞ്ഞപ്പോഴാണ് വനിതാ ടീമിന്റെ കോച്ചായി മജൂംദാറിനെ BCCI നിയമിച്ചത്. ഇന്ത്യൻ ടീമിൽ കളിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അമോൽ മജൂംദാറിന് നമ്മുടെ പെൺകുട്ടികൾ പക്ഷേ നേടിക്കൊടുത്തത് ലോകകപ്പാണ്. ചക്ദേ സിനിമയിൽ ഷാരൂഖ് ഖാൻ അവതരിപ്പിച്ച കബീർ ഖാന് ഏതാണ്ട് സമാനമായ ജീവിക്കുന്ന കോച്ചായി അമോൽ മജൂംദാർ. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്നലെ ഷാരൂഖ് ഖാന്റെ 60ാം ജന്മദിന ദിവസമാണ് ലോകകപ്പ് നേടുന്ന ടീമിന്റെ കോച്ചായി അമോൽ മജൂംദാർ എന്ന പഴയ റൺ മെഷീൻ മാറിയത്.